ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ഒഫീഷ്യൽ OTT അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. വേഫെയർ ഫിലിംസിന്റെ ഒഫീഷ്യൽ പേജ് വഴി ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ വരുന്ന ഒക്ടോബർ 31 ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ ചിത്രം തിയേറ്ററിലെത്തി 65ാമത്തെ ദിവസമാണ് ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ചിത്രം ഇന്ന് 9ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 58ാം ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇന്നലെ 57 ദിവസം കൊണ്ട് കേരളത്തിൽ 121,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ 58ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും കേരളത്തിൽ 3 ലക്ഷത്തിന് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമ OTTയിലെത്താൻ ഇനി ഒരു വാരം ബാക്കി നിൽക്കെ ഇനി എത്രത്തോളം കളക്ഷൻ ഈ സിനിമ കേരളത്തിലും ആഗോളതലത്തിലും നേടിയെടുക്കും എന്ന് തന്നെയാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. കാന്താര ചാപ്റ്റർ 1 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 23 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 22 ദിവസം കൊണ്ട് കേരളത്തിൽ 52,95,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 25-30 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 53,20,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 23 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. കർണാടകയിൽ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 22 ദിവസം കൊണ്ട് 225,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി 109 കോടി ഉൾപ്പെടെ 781,60,00,000 രൂപയാണ് 22 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 23ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 9 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 23 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമ 790 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ദീപാവലി റിലീസായി ഒക്ടോബർ 21 തിയേറ്ററിലെത്തിയ ഹൊറർ റൊമാന്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് തമ്മ. ആദിത്യ സർപോദാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖി, പരേഷ് റാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. മഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയ്ക്ക് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 15,10,000 രൂപ നേടിയെടുക്കാനായിട്ടുണ്ട്. സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് 76,70,00,000 രൂപയുമാണ്. 4ാം ദിവസം എന്ന വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 13 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 90 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ദീപാവലി റിലീസായി ഒക്ടോബർ 21 ചൊവ്വാഴ്ച തിയേറ്ററിലെത്തിയ 2ാമത്തെ ബോളിവുഡ് സിനിമയാണ് ഏക് ദീവാനെ കി ദീവാനിയത്ത്. മിലാപ് സവേരി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹർഷവർദ്ധൻ റാണെ, സോനം ബജിവ എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. സിനിമ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 28,65,00,000 രൂപയാണ്. 4ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,50,00,000 റേഞ്ചിലാണ്. ആദ്യ 4 ദിവസം കൊണ്ട് 36 കോടി റേഞ്ചിലാണ് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. മോഹൻലാൽ നായകനെ രഞ്ജിത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന സിനിമയാണ് രാവണപ്രഭു. ഒക്ടോബർ 10 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 14 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 14 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് 3,45,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 14 ദിവസം കൊണ്ട് 60 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 14 ദിവസത്തെ വിദേശ കളക്ഷൻ 64 ലക്ഷം രൂപയാണ്. അങ്ങനെ 14 ദിവസം പിന്നിടുമ്പോൾ 4,70,00,000 രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ദീപാവലി റിലീസായി ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഡ്യൂഡ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 3,05,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 റേഞ്ചിൽ തന്നെയാണ്. ആദ്യ 8 ദിവസം കൊണ്ട് കേരളത്തിൽ ഏകദേശം 3,25,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. 7 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 66,50,00,000 രൂപയും വിദേശ കളക്ഷൻ 23 കോടി രൂപയുമാണ്. അങ്ങനെ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം 89,50,00,000 രൂപയാണ് 7 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് 95 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തി നിൽക്കുന്നത്. ഡ്യൂഡ് സിനിമയ്ക്കൊപ്പം ദീപാവലി ക്ലാഷ് റിലീസായി തിയേറ്ററിലെ തമിഴ് സിനിമയാണ് ബൈസൺ. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 8ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ ഡ്യൂഡിനെ മറികടന്നുള്ള ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് ആണ് കാണിക്കുന്നത്. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെ കേരളത്തിൽ കളക്ട് ചെയ്തത് 82 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 8-10 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 90 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 29,27,00,000 രൂപയാണ് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 31,90,00,000 രൂപയും വിദേശ കളക്ഷനായി 6,10,00,000 നേടിയെടുത്ത ഈ സിനിമ 7 ദിവസം കൊണ്ട് 38 കോടിയോളം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് 42 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നിൽക്കുന്നത്. ഇന്ന് ഒക്ടോബർ 24 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് നായകനെ നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ റോഷൻ ഷാനവാസ്, മെറിൻ ഫിലിപ്പ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ശരത് സഭ എന്നിങ്ങനെയാണ് താരങ്ങൾ. ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 2000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് ആദ്യ ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ 50-55 ലക്ഷം റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.